ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ കൺവേർഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി ഇൻ ടു ഡബിൾ എൻട്രി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സുരേഷ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഹിസ് അക്കൗണ്ട്സ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. ഹിസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ 1 April 2024 വെർ ആസ് ഫോളോസ്. അപ്പോൾ സുരേഷ് അയാളുടെ അക്കൗണ്ട്സ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അസറ്റ്സും ലയബിലിറ്റീസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് തന്നിട്ടുള്ളത്. 1 April 2024 ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഏതാ പറയുന്നത്? എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ്? ബിൽസ് പേബിൾ 2000, ക്രെഡിറ്റേഴ്സ് 3310, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് 18,600, ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസ് 6,710 ആൻഡ് മെഷീൻ ₹15,000. ഹിസ് പൊസിഷൻ ആസ് ഓൺ 31 March 2025. അപ്പോൾ 2025 March 31 അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനാണ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് കാണിച്ചിട്ടുള്ളത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഒരു പൊസിഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് എന്താണ്? മെഷീൻ ₹15,000, ഡെപ്റ്റേഴ്സ് ₹9,320, മോട്ടോർ സൈക്കിൾ ₹12,000, ക്യാഷ് ഇൻ ഹാൻഡ് ₹3,000, ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ₹5,930 and stock ₹13,400 and creditors ₹8,700. അപ്പോൾ 3 ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ഡ്യൂറിംഗ് ദി ഇയർ ഹി ഹാഡ് വിഡ്രോൺ 4,500 ഫോർ ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സ് ആൻഡ് എ മോട്ടോർ സൈക്കിൾ വാസ് പർച്ചേസ്ഡ് ഫോർ ബിസിനസ് യൂസ്. അപ്പോൾ ആ ഇയറിൽ തന്നെ അദ്ദേഹം 4,500 രൂപ വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സ് ആണ്. ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സിന് എടുക്കുന്നത് പേഴ്സണൽ യൂസ് ആണ്, ഡ്രോയിങ്സിലാണ് വരിക. ആൻഡ് എ മോട്ടോർ സൈക്കിൾ വാസ് പർച്ചേസ്ഡ് ഫോർ ബിസിനസ് യൂസ്. ബിസിനസ് യൂസിന് ഒരു മോട്ടോർ സൈക്കിളും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, എ ചെക്ക് ഓഫ് ₹700 ഇഷ്യൂഡ് ഇൻ March 2025 വാസ് നോട്ട് പ്രസന്റഡ് അപ് ടു 31 March 2025. അപ്പോൾ മാർച്ചിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള രൂപേൻ്റെ ചെക്ക് അത് 31 March 2025 വരെ അത് എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. Then ascertain the amount of profit for the trader for the year ending 31 March 2025 after making following adjustment. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പരിഗണിച്ചതിന് ശേഷം 31 March 2025 അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ മേക്കിംഗ് ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്? ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, റൈറ്റ് ഓഫ് ₹400 ആസ് ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൊവൈഡ് 5% റിസർവ്സ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അപ്പം 4,000 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ട് പരിഗണിക്കാൻ, റൈറ്റ് ഓഫ് ചെയ്യാനും, അതേപോലെ തന്നെ 5% റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് റിസർവ് ചെയ്യാനും, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് ഒരു 5% റിസർവ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, പ്രൊവൈഡ് 8% ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി. മെഷീൻസിന്, അതായത് മെഷീനറിക്ക് ഒരു 8% ഡിപ്രിസിയേഷനും മോട്ടോർ സൈക്കിളിന് ഒരു 10% ഡിപ്രിസിയേഷനും പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതൊരു സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്, ഇതിനെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യാനാണ്. ഫോർ ഫൈൻഡിങ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം ടു ഫൈൻഡ് ഔട്ട് ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇതുപോലെ തന്നെ വരിക. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 1 April 2024. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ അതേപോലെ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണോ വരിക, അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കി നോക്കൂ. 1 April 2024 വേർ ആസ് ഫോളോസ്. അതിൽ ബിൽസ് പേബിൾ 2,000, ക്രെഡിറ്റേഴ്സ് 3,310, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസ്, മെഷീന്, ഇത്രയും ഇൻഫോർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ബിൽസ് പേബിൾ എന്ന് പറയുന്നത്
ലയബിലിറ്റി ആണ്, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് നമുക്ക് അസറ്റ് ആണ്, ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസ് അസറ്റ് ആണ്, മെഷീന് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും എഴുതുക. എന്നിട്ട് അതിന്റെ ബാലൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 1 April 2024. ഫസ്റ്റ് ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ബിൽസ് പേയബിൾ ₹2000. ദെൻ രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സ് ദാറ്റ് ഈസ് ₹3310 ആണ്. ദെൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എത്രയാണ്? 18,600. ദെൻ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് 6,710. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? മെഷീനാണ്. മെഷീൻ ദാറ്റ് ഈസ് ₹15,000. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഏത് സൈഡാണോ കൂടുതലുള്ളത് അത് എടുത്തെഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ അസറ്റ് സൈഡ് ആണ് കൂടുതലായിട്ട് വരിക. ഈ 6,710, 18,600 പ്ലസ് 15,000 എന്ന് പറയുമ്പോൾ 40,310 ആണ്. അതിൽ നിന്ന് 2,000, 3,310, അതായത് 5,310 കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35,000 കിട്ടും. ഓക്കെ, അപ്പൊ ഈ 35,000 ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ ആണ് ക്യാപിറ്റൽ ആയിട്ട് വരിക, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി അല്ലേ? ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പരിഗണിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 March 2025. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാലൻസിങ് ഫിഗർ ആണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ 31 March 2025 ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31 March 2025. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റിന് മുമ്പായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും തന്നെ നമ്മൾ 31 March 2025 ഈ പേഴ്സന്റെ ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഹിസ് പൊസിഷൻ ആസ് ഓൺ 31 March 2025 വാസ് ആസ് ഫോളോസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൊസിഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മെഷീൻ എത്രയാണ്? ₹15,000, ഡെപ്റ്റേഴ്സ് 9,320, മോട്ടോർ സൈക്കിൾ 12,000, ക്യാഷ് ഇൻ ഹാൻഡ് 3,000. ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ബാങ്ക് ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 5,930 ആൻഡ് സ്റ്റോക്ക് 13,400 ആൻഡ് ക്രെഡിറ്റേഴ്സ് 8,700. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഇവിടെ നമുക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. എന്താണ് പണി? ഇവിടെ ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബാങ്ക് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? നമ്മളുടെ കമ്പനീനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 5,930 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 700 രൂപന്റെ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല? പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 700 രൂപന്റെ ചെക്ക് അവിടെ തന്നെ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചെക്കിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ദാറ്റ് ഈസ് 700 നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 5,930 നിന്ന് നമ്മൾ 700 രൂപ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,230 രൂപയാണ് കിട്ടുന്നത്. ഈ ക്യാഷ് ആണ് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇത് ചെയ്യാൻ കാരണം നമുക്ക് തന്നിട്ടുള്ളത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് ആണ്. പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഉള്ള ബാങ്ക് ബാലൻസ് അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പകരം നമ്മളുടെ കമ്പനിയിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ 700 രൂപന്റെ ചെക്കും കൂടെ കാണിക്കണം. 700 രൂപന്റെ ചെക്ക് കൊടുത്തതാണ്, അപ്പൊ അത് കാണിക്കണം. പക്ഷെ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 5,930 നമ്മൾ 700 രൂപ കുറച്ചിട്ട് ബാക്കി വരുന്ന 5,230 ആണ് നമ്മൾ
ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ നമ്മൾ അറിയണ തന്നെയാണ്. അസറ്റും ലയബിലിറ്റി എടുത്ത് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വരിക? ഇതുപോലെയാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 മാർച്ച് 2025 ബിഫോർ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആ കാര്യം നോട്ട് ചെയ്ത് വെക്കണം. ക്യാഷ് അറ്റ്, ഇപ്പോൾ ഇവിടെ കണ്ടോ, ക്യാഷ് അറ്റ് ബാങ്ക് ആണ് നമ്മൾ കാണിക്കുക 5230 രൂപ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. ലയബിലിറ്റിയിൽ എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ്. ലയബിലിറ്റീസിൽ വരുന്നത് ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എത്ര? 8700 രൂപ. ക്രെഡിറ്റേഴ്സ് മാത്രമേ നമുക്ക് ലയബിലിറ്റി ഉള്ളൂ. ദെൻ നമ്മൾ നെക്സ്റ്റ് അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അസറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ₹3000. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് 5230 ആണ്. കാരണം നമുക്ക് 700 രൂപന്റെ ചെക്ക് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ₹9320. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് ₹13,400. നെക്സ്റ്റ് മോട്ടോർ സൈക്കിൾ, ദാറ്റ് ഈസ് ₹12,000. നെക്സ്റ്റ് മെഷീൻ, ദാറ്റ് ഈസ് ₹15,000. അപ്പോൾ ഈ ഓർഡർ എന്ന് പറയുന്നത് നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ ഓർഡർ ആണ്. ഫസ്റ്റ് നമ്മൾ കറന്റ് അസറ്റുകൾ കാണിക്കണം. ഇത്രയും നമുക്ക് കറന്റ് അസറ്റ് ആണ്. ദെൻ അതിന് ശേഷം നമ്മൾ ഫിക്സഡ് അസറ്റുകൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ ആ ഓർഡർ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ഇവിടെ രണ്ട് ഭാഗവും നമ്മൾ ടോട്ടൽ ചെയ്യുക. ബോത്ത് അസറ്റ് ആൻഡ് ലയബിലിറ്റി സൈഡ്. ഏത് ഭാഗമാണോ കൂടുതൽ അത് നമ്മൾ രണ്ട് സൈഡിൽ എഴുതിയിട്ട് കുറവുള്ളതെന്ന് കുറക്കുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റ് സൈഡ് ആണ് കൂടുതൽ. ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 57,950 കിട്ടും. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ 57,950 എഴുതി. അതിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് 8700 കുറക്കുക. അപ്പം എങ്ങനെയാണ് വരുന്നത്? 57,950 മൈനസ് 8,700 ആണ്. ഓക്കെ, അപ്പം 8,700 കുറക്കുമ്പോൾ നമുക്ക് 49,250 കിട്ടും. ഈ 49,250 ആണ് എന്ത്? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ബാലൻസ് ഫിഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 മാർച്ച് 2025. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആണ്. മാർച്ച് 31, 2025 ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. ടു അസർട്ടൈൻ ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൊഫോമ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയാൽ ഇതിലുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രൊഫോമ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദി റെന്റഡ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആസ് ഓൺ 31 മാർച്ച് 2025, ദാറ്റ് ഈസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പം ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഭിക്കും. എത്രയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയത്? ദാറ്റ് ഈസ് 49,250. ഇവിടെ നമുക്ക് കിട്ടി 49,250. അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ 49,250. അതിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയുന്നത് 4,500 രൂപയാണ്. അപ്പോൾ അദ്ദേഹം 4,500 രൂപ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദി ഇയർ ഹി ഹാഡ് വിഡ്രോൺ 4,500 ഫോർ ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം 4,500 രൂപ വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ഡ്രോയിങ്സ് 4,500. അപ്പോൾ നമുക്ക് ലഭിക്കും എത്ര? 49,250 കൂടെ 4,500 രൂപ ആഡ് ചെയ്യുമ്പോൾ 53,750 ലഭിക്കും. ഈ 53,750 ആണ് എന്തെന്ന് പറയുന്നത്? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആസ് ഓൺ 31 മാർച്ച് 2025 എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറക്കണം. Then less opening capital, that is capital as on 1st April 2024. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എത്രയാണ്? 1st April 2024 35,000 ആണ്. ഓക്കെ, അപ്പോൾ 35,000 നമ്മൾ കുറക്കുക. ദാറ്റ് ഈസ് 53,750 മൈനസ് 35,000, ദാറ്റ് ഈസ് 18,750.
അതാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റിന് മുമ്പുള്ള പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 18,750. ഇനി ഇതിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ആ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ഇതിൽ പരിഗണിക്കണം. അതായത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ ഇൻഫോർമേഷൻ തന്നത് എങ്ങനെയാണ്? അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ ദി ട്രേഡർ ഫോർ ദിയർ എൻഡിങ് 31 മാർച്ച് 2025 ആഫ്റ്റർ മേക്കിംഗ് ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താ പറഞ്ഞത്? റൈറ്റ് ഓഫ് ₹400 ആസ് ബാഡ് ഡെപ്റ്റ്. 400 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ലെസ് എന്തൊക്കെ ലെസ് ചെയ്യണം? ഫസ്റ്റ് ബാഡ് ഡെപ്റ്റ്സ് എത്രയാണ്? ₹400. അപ്പൊ ലെസ് ബാഡ് ഡെപ്റ്റ് ₹400. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ഓഫ് 9,320 മൈനസ് 400 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് പ്രൊവൈഡ് 5% റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. 5% ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം എന്നാണ്. ദാറ്റ് ഈസ് പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡെപ്റ്റേഴ്സ് എത്രയാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് എത്രയാണ് കിട്ടിയത്? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 9,320 ആണ് അല്ലേ? അപ്പൊ ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു 9,320. ഈ 9,320യിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? ലെസ് ബാഡ് ഡെപ്റ്റ്സ് കുറക്കണം. ബാഡ് ഡെപ്റ്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 400 ആണ്. അപ്പോൾ 9,320യിൽ നിന്ന് 400 കുറക്കുമ്പോൾ നമുക്ക് 8,920 കിട്ടും. ഓക്കെ, 8,920 കിട്ടും. ഈ 8,920ന്റെ 5% നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് വെക്കേണ്ടത്. ദെയർഫോർ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 8,920 ഇൻറ്റു എത്ര ശതമാനമാണ്? 5%. ദാറ്റ് ഈസ് 5/100. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 446. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് നമ്മൾ ലെസ് ചെയ്യണം. ആ ലെസ് ചെയ്ത എമൗണ്ടിന്റെ 5% നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ദാറ്റ് ഈസ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 400 ആണ്. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ഓഫ് 8,920 8,920ന്റെ 5%. ദാറ്റ് ഈസ് 446. ദെൻ നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ. ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്ര ശതമാനം ഡിപ്രിസിയേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊവൈഡ് 8% ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ ആൻഡ് 10% ഓൺ മോട്ടോർ സൈക്കിൾ. 8% ഡിപ്രിസിയേഷൻ മെഷീനിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മെഷീൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? മെഷീൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മെഷീൻ ₹15,000 അല്ലേ? അപ്പോൾ 15,000ന്റെ 8%. അപ്പോൾ ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു 15,000 into 8%. That is 8% എന്ന് പറയുമ്പോൾ 8/100. 15,000 into 8/100 that is equal to 1,200. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കണ്ടത് ഡിപ്രിസിയേഷൻ ഓൺ മോട്ടോർ സൈക്കിൾ ആണ്. അപ്പൊ ഡിപ്രിസിയേഷൻ ഓൺ മോട്ടോർ സൈക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മോട്ടോർ സൈക്കിളിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ്. 12,000ന്റെ 10% ഡിപ്രിസിയേഷൻ. ദാറ്റ് ഈസ് 12,000 into 10/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,200. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡിപ്രിസിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ കിട്ടി. എത്ര? ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ 1,200 ആൻഡ് ഡിപ്രിസിയേഷൻ ഓൺ മോട്ടോർ സൈക്കിൾ ഓൾസോ 1,200. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നും ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ എമൗണ്ടുകളൊക്കെ നമ്മൾ ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,246 രൂപ കിട്ടും. അതായത് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് ഈ തന്നിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം കുറക്കുക. ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസുകളൊക്കെ കുറക്കുക. ഓക്കെ, അപ്പോൾ 18,750ൽ നിന്ന് 3,246 കുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 15,504 ആണ്. അതായത്
അതായത് 15,504 രൂപ. ഈ 15,504 രൂപയാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രൊഫോമൊക്കെ നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട്, പ്രൊഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിന്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസുകൾ ലെസ് ചെയ്യണം. അപ്പൊ ലെസ് എക്സ്പെൻസസ് എന്തൊക്കെ വരും, ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇതെല്ലാം വരും. അതേപോലെ തന്നെ നമ്മൾ ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ആഡ് ഇൻകംസ്. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ അപ്രിസിയേഷൻ ഓഫ് അസറ്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം വരും. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും, ഒരു നെറ്റ് പ്രോഫിറ്റ്, ഒരു ബാലൻസ് ഫിഗർ കിട്ടും. അതാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എന്താണ്, ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് റെക്കോർഡഡ് ആൻഡ് നോട്ട് ദി ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ബാങ്ക് ബാലൻസ് അല്ല നമ്മൾ എടുത്തിട്ടുള്ളത്, ക്യാഷ് ബുക്കിന് ബേസ് ചെയ്തിട്ടുള്ള ബാങ്ക് ബാലൻസ് ആണ്. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു. ദാറ്റ് ഈസ് 5,230 അങ്ങനെയാണ് വരുന്നത്. എങ്ങനെ, 5,930 700 രൂപ ചെക്കിന്റെ വാല്യൂ കുറച്ചിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കൺവേർഷൻ മെത്തേഡിൽ ഒരു സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.